പൊതുജനത്തിന്റെ കൈപൊള്ളിച്ച് രണ്ടാഴ്ചക്കിടെ നാലാം തവണയും രാജ്യത്ത് ഇന്ധനവില കൂട്ടി. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. മുതലാളിത്ത സുഹൃത്തുക്കളെ സമ്പന്നമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് പോക്കറ്റടിക്കുന്ന തിരക്കിലാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. അതേസമയം അസംസ്കൃത എണ്ണവില രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലുമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണവില കൂടുന്നതിനാൽ പെട്രോൾ ഡീസൽ വിലയും കൂട്ടേണ്ട സാഹചര്യമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ന്യായീകരണം. എന്നാൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും രാജ്യത്ത് ഇന്ധനവില കൂടുകയാണ്. പെട്രോളിനും ഡീസലിനും 12 ദിവസത്തിനിടെ കൂടിയത് 8 രൂപ. ഇന്ന് മാത്രം പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. യുദ്ധത്തിന്റെ സാഹചര്യത്തിലല്ലേ, അതിനിപ്പോൾ നമ്മൾ ഒരു സർക്കാരുകളെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. പ്രതിസന്ധി തന്നെയാണ്, അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമല്ലോ. എന്ത് കാണാൻ ചേട്ടാ, ഇപ്പോൾ പോകുന്ന വഴി ഓടിക്കൊണ്ടിരിക്കണം, അത്രയല്ല, അല്ല എന്ത് ചെയ്യാൻ അവിടെ ചെയ്യണ്ടേ. ഇപ്പം ഡീസലിൻ്റെ വില മാറ്റി വരില്ല, മീറ്റർ കൂടെ മാറണം, മിനിമം 50 ആക്കി തരണ്ടേ. ഇപ്പോൾ കയറുന്ന ഒരു സാധാരണ കയറി കയറുമ്പോഴത്തേ അവർ നമുക്ക് 30 തരുള്ളൂ, മീറ്ററിലുള്ളതല്ലേ തരത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പണ്ട് നേരത്തെ കൂടുതൽ എമൗണ്ടിന് അടിച്ചത് ഇപ്പം കുറച്ച് കുറയ്ക്കാൻ തുടങ്ങി. ബുദ്ധിമുട്ടായി വരുവാണ്, എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. എല്ലാത്തിനും വില കൂടുമല്ലോ. പണപ്പെരുപ്പം കാരണം ആളുകൾ ദുരിതത്തിലാണെന്നും എന്നാൽ കേന്ദ്രം കൊള്ളയടി നിർത്തുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു. മുതലാളിത്ത സുഹൃത്തുക്കളെ സമ്പന്നരാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന തിരക്കിലാണെന്നും കോൺഗ്രസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $98.83 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.